+1 മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 1 സെറ്റ്സ്. ഈ ചാപ്റ്ററിൽ നമ്മൾ ഇന്ന് പഠിക്കുന്ന കാര്യങ്ങൾ ഡെഫിനിഷൻ ഓഫ് സെറ്റ്, മാത്തമാറ്റിക്കൽ സെറ്റ്സ്, റോസ്റ്റർ ഫോം, സെറ്റ് ബിൽഡർ ഫോം, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ക്ലാസ് വളരെ ശ്രദ്ധയോടെ കേൾക്കണം. വീഡിയോ കാണുന്ന സമയത്ത് തന്നെ നോട്ട്സ് എഴുതിയെടുക്കണം. ബ്ലാക്ക് ബോർഡിൽ എഴുതിയ കാര്യങ്ങളൊക്കെ നോട്ട്സിൽ എഴുതിയെടുക്കാവുന്നതാണ്. ക്ലാസ് 11ൽ നമുക്ക് 16 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. ആ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ചാപ്റ്റർ സെറ്റ്സ്, സെക്കൻഡ് ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ്, പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ, കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, ലീനിയർ ഇൻഇക്വാലിറ്റീസ്, പെർമുട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്, ബൈനോമിയൽ തിയറം, sequences and series, straight lines, conic sections, introduction to three-dimensional geometry, limits and derivatives, mathematical reasoning, statistics, probability. നമ്മൾ സെറ്റിൽ പഠിച്ച കാര്യങ്ങൾ ഈ എല്ലാ ചാപ്റ്റേഴ്സിലും ഉപയോഗിക്കും. ഒരു ഉദാഹരണത്തിന് സെറ്റിൽ പഠിച്ച ഒരു ഇക്വേഷൻ നമ്മൾ പ്രോബബിലിറ്റി ലാസ്റ്റ് ചാപ്റ്ററിൽ വരെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ സെറ്റിൽ നമ്മൾ പഠിക്കുന്നത് ബേസിക് ആയ കാര്യങ്ങളാണ്. അതൊക്കെ നന്നായിട്ട് പഠിച്ച് വെച്ചേക്കണം. അത് നിങ്ങൾ സെക്കൻഡ് ഇയറും ഉപയോഗിക്കും, പിന്നീട് വരുന്ന ഹയർ സ്റ്റഡീസിനൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ച കാര്യങ്ങൾ ഉപയോഗിക്കും. അതുകൊണ്ട് നല്ല ശ്രദ്ധയോടെ നന്നായിട്ട് എല്ലാ കാര്യങ്ങളും പഠിക്കണം. ചാപ്റ്റർ 1 സെറ്റ്സ്. ഇപ്പോൾ നോട്ടിൽ ഇങ്ങനെ എഴുതിക്കോളൂ, ഹെഡിങ് എഴുതിക്കോളൂ. ചാപ്റ്റർ 1 സെറ്റ്സ്. ഇപ്പോൾ സെറ്റ് എന്താണെന്ന് നമുക്കിപ്പോൾ ഡിഫൈൻ ചെയ്യാം. സെറ്റ്, എ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ്. ഇപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയ രണ്ട് ടേംസ് ഉണ്ട്. കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ്, എ സെറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ്. ഓക്കെ, സെറ്റ് ഓഫ് പെൻ, സെറ്റ് ഓഫ് സാരീസ്, കളക്ഷൻ ഓഫ് സാരീസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ? കളക്ഷൻ ഓഫ് ഷർട്ട്സ്. സെറ്റ് ഇസ് എ കളക്ഷൻ. ഇവിടുത്തെ സെറ്റ് എന്തായിരിക്കണം? വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. വെൽ ഡിഫൈൻഡ്, ഈ വേർഡാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയത്. വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. അപ്പോൾ ഈ ടേം എന്താണെന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കി വെക്കണം. ഇപ്പോൾ സെറ്റ് അല്ലാത്ത ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകും. ഓക്കെ, വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണ് നമ്മുടെ സെറ്റിൻ്റെ അകത്ത് ഉണ്ടാവുക. അതായത് ഞാൻ പറയുന്ന ആൻസർ തന്നെയായിരിക്കും അടുത്ത ആളും അതിന് ആൻസറായിട്ട് തരിക. അതായത് ഞാനൊരു ചോദ്യം നിങ്ങളെ ക്ലാസ്സിലെ കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് കുട്ടികളും തരുന്ന ആൻസർ സെയിം ആയിരിക്കും. ഈ സെറ്റിലെ ഒബ്ജക്ട്സ് സെയിം ഒബ്ജക്ട്സ് തന്നെയായിരിക്കും രണ്ട് കുട്ടികളുടെ ആൻസറിലും വരിക. കളക്ഷൻ ഷുഡ് നോട്ട് ചേഞ്ച് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. രണ്ട് കുട്ടികളോട് ഒരു ചോദ്യം ചോദിച്ചാൽ അവർ തരുന്ന എലമെൻറ്റ്സ് സെയിം ആയിരിക്കണം. സെറ്റ് അല്ലാത്ത ഒരു എക്സാമ്പിൾ നമുക്കിപ്പോൾ നോക്കാം. നെയിം ബെസ്റ്റ് 5 ആക്ടേഴ്സ് ഇൻ മലയാളം. മനസ്സിലൊന്ന് ഓർത്തെ, ബെസ്റ്റ് 5 ആക്ടേഴ്സ് ഇൻ മലയാളം ആരൊക്കെയാ? ഞാൻ ഈ ചോദ്യം അജയ് എന്ന് പറഞ്ഞ കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അജയ് പറയുന്ന ആൻസർ ഇതായിരിക്കും: മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ്, ദുൽഖർ സൽമാൻ, പൃഥ്വിരാജ്. ഇതേ ചോദ്യം ഞാൻ വേറൊരു കുട്ടിയോട് ചോദിച്ചാലോ? അലൻ എന്ന് പറഞ്ഞ കുട്ടിയോട് ചോദിച്ചു. അലൻ തരുന്ന ആൻസർ ഇതാണ്: മോഹൻലാൽ, മമ്മൂട്ടി, നിവിൻ പോളി, ഫഹദ് ഫാസിൽ, ജയസൂര്യ. രണ്ട് ആൻസറും സെയിം ആണോ? അല്ല. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നേ? ഞാൻ ഇവിടെ ഡിഫൈൻ ചെയ്തത് കറക്റ്റായിട്ടില്ല. ബെസ്റ്റ് 5 ആക്ടേഴ്സ് ആണ്. അപ്പോൾ ഈ ബെസ്റ്റ് എന്താണെന്ന് ഞാൻ ഇവിടെ ഡെഫിനറ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് രണ്ട് കുട്ടികൾ തരുന്ന ആൻസർ രണ്ട് രീതിയിൽ വന്നത്. അതായത് ഈ സെറ്റ് വെൽ ഡിഫൈൻഡ് അല്ല. ഈ ഒരു വേർഡ് ഇവിടെ ഡിഫൈൻഡ് അല്ല. എന്താണ് ബെസ്റ്റ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഇവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇതൊരു സെറ്റ് അല്ല. ഓക്കെ, നെയിം ബെസ്റ്റ് 5 ആക്ടേഴ്സ് ഇൻ മലയാളം. ഇങ്ങനെ വരുന്ന ചോദ്യത്തിൻ്റെ ആൻസർ ഒരു സെറ്റ് അല്ല. നമുക്ക് അടുത്ത ഒരു എക്സാമ്പിൾ നോക്കാം. സെറ്റ് ഓഫ് ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 10. ഓക്കെ, സെറ്റ് ഓഫ് ഈവൻ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 10. നാച്ചുറൽ നമ്പേഴ്സ് നിങ്ങൾക്ക് അറിയാം അല്ലേ? എണ്ണൽ സംഖ്യകൾ. ഏതൊക്കെയാണ് എണ്ണൽ സംഖ്യകൾ? 1, 2, 3, 4, 5 എക്സെട്ര. ഇവിടെ നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കണം, ലെസ് ദാൻ 10 ആയിരിക്കണം. ഓക്കെ, നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 10 ഏതൊക്കെയാ? 1, 2, 3, 4, 5, 6, 7, 8, 9. ലെസ് ദാൻ 10 ആണ്. ഈക്വൽ ടു 10 ഇല്ല.
10-നേക്കാളും ചെറുതായിരിക്കണം. അപ്പം നമ്മൾ 9 വരെ മാത്രമേ എടുക്കാൻ പറ്റൂ. നമുക്കിവിടെ വേണ്ടത് എന്താ? ഈവൻ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 10. അത് ഏതൊക്കെയാ? ഈവൻ നമ്പേഴ്സ് ഏതൊക്കെയാ? 2, 4, 6, 8. സോ ഈവൻ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 10. 2, 4, 6, 8. നമ്മൾ എഴുതുന്ന സമയത്ത് അതിനെ ഇതുപോലെ കേളി ബ്രാക്കറ്റിൻ്റെ അകത്ത് എഴുതി വെക്കും. അതുപോലെ എലമെൻസിനെ കൊമ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യും. ഈ കൊമ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മളിത് ഒന്നിച്ച് 24 എന്നൊക്കെ വായിച്ചു പോകൂലേ. അതുകൊണ്ട് നമ്മൾ എലമെൻസിന് നെക്സ്റ്റ് ഒരു എലമെൻ്റ് എഴുതും, അതിന് തൊട്ടടുത്തൊരു കൊമ എഴുതണം. 4, 6, 8 ഇതുപോലെ എഴുതി വെക്കണം. അതുപോലെ തന്നെ നമുക്ക് ഈ സെറ്റിന് ഒരു പേര് കൊടുക്കാം. അങ്ങനെ പേര് കൊടുക്കാം. A ഈക്വൽ ടു സെറ്റ് 2, 4, 6, 8. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സാണ്. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ക്യാപിറ്റൽ ലെറ്റേഴ്സാണ് നമ്മൾ നെയിം കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ക്യാപിറ്റൽ A, ക്യാപിറ്റൽ B, എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇതൊരു സെറ്റാണ്. ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ഞാൻ അജയോട് ചോദിച്ചാലും അല്ലനോട് ചോദിച്ചു കഴിഞ്ഞാലും ശ്രീരാജിനോട് ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്ന ആൻസർ എന്ത് തന്നെയായിരിക്കും? 2, 4, 6, 8 തന്നെ ആയിരിക്കും. ഈ സെറ്റിൻ്റെ അകത്ത് 3 എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. 3 is not an even number. ഈവൻ നമ്പർ മാത്രമേ ഇതിൽ എഴുതാൻ പറ്റൂ അല്ലേ? 3 എഴുതാൻ പറ്റൂല. ഇതിൻ്റെ അകത്ത് 10 എഴുതാൻ പറ്റുമോ? ഇല്ല. 10 ഈവൻ ആണ്, പക്ഷെ ഇതിൽ എന്ത് വന്നിട്ടുണ്ട്? ലെസ് ദാൻ 10 എന്നുണ്ട്. 10-നേക്കാളും ചെറുതായിരിക്കണം. അപ്പോൾ നമുക്ക് ഇതിൽ 10 എഴുതാൻ പറ്റൂല. ഈ സെറ്റിൻ്റെ അകത്ത് നമുക്ക് എഴുതാൻ പറ്റുന്ന നമ്പേഴ്സ് ഏതൊക്കെയാ? 2, 4, 6, 8. ഓക്കെ, എലമെൻറ്റ്സ് വെൽ ഡിഫൈൻഡ് ആണ്. ഇതിൻ്റെ അകത്ത് ഈ എലമെൻറ്റ്സ് മാത്രമേ നമുക്ക് എഴുതാൻ പറ്റൂ. ഓക്കെ, സോ ദിസ് ഈസ് എ സെറ്റ്. ഇപ്പോൾ മനസ്സിലായല്ലോ വെൽ ഡിഫൈൻഡ് എന്ന് വെച്ചാൽ എന്താണ്? രണ്ട് കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ സെയിം ആൻസർ തന്നെ കിട്ടണം. ആരോട് ചോദിച്ചു കഴിഞ്ഞാലും സെയിം ആൻസർ തന്നെ കിട്ടണം. അതാണ് നമ്മുടെ സെറ്റ്. ഓക്കെ, സോ ഡെഫിനേഷൻ ഓഫ് സെറ്റ് ഇസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയ വേർഡ് ഇതാണ്, വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. ഇപ്പോൾ നമ്മൾ സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇതുപോലെയാണ്. ഈ ബ്രാക്കറ്റ് കേളി ബ്രാക്കറ്റ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുക. കേളി ബ്രേസസ് ഓർ ഫ്ലവർ ബ്രാക്കറ്റ്സ്. ഇതൊന്ന് എഴുതിയിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ സെറ്റിനെ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്. എലമെന്റ്സ് ഓഫ് എ ആർ 2, 4, 6, 8. Okay, 2 is an element, 4 is an element of A, 6 is an element of A, 8 is an element of A. Okay, element or object or member. അങ്ങനെ വേണമെങ്കിൽ വിളിക്കാം. 6 is an element of A, 6 is an object, 6 is a member of A. എങ്ങനെ വേണമെങ്കിൽ വിളിക്കാം. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് എലമെന്റ്. ഓക്കെ, 2 is an element of A. അതാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. നമുക്കിവിടെ 3 കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഫസ്റ്റ് വൺ, ഒബ്ജക്ട്സ്, എലമെന്റ്സ് ആൻഡ് മെമ്പേഴ്സ് ഓഫ് എ സെറ്റ് ആർ സിനോണിമസ് ടേംസ്. ഓക്കെ, 3ന്റെ മീനിങ് സെയിം ആണ്. ഒരു സെറ്റിലെ എലമെന്റ്സിനെ ഒബ്ജക്ട്സ് എന്ന് വിളിക്കാം, എലമെന്റ്സ് എന്ന് വിളിക്കാം, മെമ്പേഴ്സ് എന്നും പറയാം. ഓക്കെ, സെക്കൻഡ് വൺ, സെറ്റ്സ് ആർ യൂഷ്വലി ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. ക്യാപിറ്റൽ A, B, C, X, Y, Z, എക്സെട്ര. ഏത് ലെറ്റർ വേണമെങ്കിൽ ഉപയോഗിക്കാം. ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. നൗ തേർഡ് വൺ, the elements of a set are represented by small letters A, B, C, X, Y, Z. സെറ്റിൻ്റെ അകത്ത് എഴുതുന്ന എലമെൻസിനെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് സ്മോൾ ലെറ്റേഴ്സ് ആണ്. A, B, C, X, Y, Z, എക്സെട്ര. ഓക്കെ, എക്സാമ്പിൾ ഫോർ സെറ്റ്സ്. ഫസ്റ്റ് വൺ, ദ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പർ വിച്ച് ഡിവൈഡ് 42. അതായത് 42ൻ്റെ ഫാക്ടേഴ്സ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഒരു നമ്പർ കൊണ്ട് 42നെ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ശിഷ്ടം 0 കിട്ടണം. അത് ഏതൊക്കെ നമ്പേഴ്സ് ആണെന്ന് ആലോചിച്ചേ. ഫാക്ടേഴ്സ് ഓഫ് 42 അറിയാം നമുക്കല്ലേ. 1, 2, 3, 6, 7, 14, 21 and 42. 1 into 42, 2 into 21 is 42, 3 into 14 is 42, 6 into 7 is 42. So factors are 1, 2, 3, 6, 7, 14, 21, 42. അപ്പോൾ നിങ്ങൾ ഫ്ലവർ ബ്രാക്കറ്റ്സ് ഇടണം, എലമെൻസിന് ശേഷം കോമ ഇടണം. Now second one, the collection of all prime factors of 15. Okay, prime factors of 15. അപ്പോൾ നമ്മൾ 15ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഏതൊക്കെയാണ് 15ൻ്റെ ഫാക്ടേഴ്സ്? 1, 3, 5, 15. ഓക്കെ, ഇതിൽ ഏതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ്? പ്രൈം നമ്പർ ആവണമെങ്കിൽ എന്താവണം?
factors 1 and that number itself. Okay, prime number is greater than 1 and whose factors are 1 and itself. So here prime numbers are 3 and 5. So answer is 3, 5. Prime factors of 15 are 3, 5. So B equal to set 3, 5. പ്രൈം നമ്പേഴ്സ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇതൊന്ന് ശരിക്കും മനസ്സിലാക്കി വെച്ചേക്കണം. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. എ നമ്പർ ഹൂസ് ഫാക്ടേഴ്സ് ആർ 1 ആൻഡ് ദാറ്റ് നമ്പർ ഇറ്റ് സെൽഫ് ഇസ് കോൾഡ് എ പ്രൈം നമ്പർ. ഓക്കെ, ഒരു നമ്പറിൻ്റെ ഫാക്ടേഴ്സ് എന്തായിരിക്കണം? 1 ആൻഡ് ദാറ്റ് നമ്പർ ഇറ്റ് സെൽഫ്. 2 ഫാക്ടേഴ്സ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഒന്ന് 1 ആണ്, രണ്ടാമത് അതേ നമ്പർ ആയിരിക്കണം. ഓക്കെ, 2 ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കണം, 1 ആൻഡ് ദാറ്റ് നമ്പർ ഇറ്റ് സെൽഫ്. സച്ച് നമ്പേഴ്സ് ആർ നോൺ ആസ് പ്രൈം നമ്പർ. ഓക്കെ, പ്രൈം നമ്പർ ഇസ് ഗ്രേറ്റർ ദാൻ 1. എ പ്രൈം നമ്പർ ക്യാൻ ബി ഡിവൈഡഡ് exactly only by 1 and itself. It is a natural number greater than 1. Prime numbers are, okay, സെറ്റിൻ്റെ അകത്ത് നിങ്ങൾക്ക് അറിയാവുന്ന പ്രൈം നമ്പേഴ്സ് ഒക്കെ എഴുതി വെക്കാം. 2 is a prime number, 3 is a prime number. 4 എഴുതിയിട്ടില്ല. എന്തുകൊണ്ടാണ് 4 എഴുതാത്തത്? Factors of 4 are 1, 2, 4. Okay, 2 is also a factor of 4. So there are 3 factors, 1, 2 and 4. So 4 is not a prime number. Okay, 5 is a prime number. 6 is not a prime number because factors of 6 are 1, 2, 3 and 6. 7 is a prime number. 8 is not a prime number. 9 is not a prime number. 10 is not a prime number. 11 is a prime number. Okay, so prime numbers are 2, 3, 5, 7, 11, 13, 17, 19. ഇവിടെ 21 എഴുതാൻ പറ്റുമോ? പറ്റൂല. എന്തുകൊണ്ട് പറ്റൂല? ഫാക്ടേഴ്സ് ഓഫ് 21 ആർ 1, 3, 7, 21. സോ 21 is not a prime number. അപ്പം നെക്സ്റ്റ് വരുന്ന പ്രൈം നമ്പർ ഏതാ? കണ്ടുപിടിച്ചേ. ഏതാ? 23. ഇപ്പോൾ ഇവിടെ നോക്കിയേ, കുറച്ച് പ്രൈം നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ഫാക്ടേഴ്സ് 5ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 1 and 5. ഫാക്ടേഴ്സ് ഓഫ് 7, 1 and 7. ഫാക്ടേഴ്സ് ഓഫ് 13, 1 and 13. ഓക്കെ, ഇവിടെ ഫാക്ടേഴ്സ് എന്ത് മാത്രമേ ഉള്ളൂ? 1 and ദാറ്റ് നമ്പർ ഇറ്റ് സെൽഫ്. സച്ച് നമ്പേഴ്സ് ആർ നോൺ ആസ് പ്രൈം നമ്പേഴ്സ്. ശരിക്കും മനസ്സിൽ വെച്ചേക്കണേ, ഈ ഫിഗർ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, 7ൻ്റെ ഫാക്ടേഴ്സ് 1 and 7. 5ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 1 and 5. Okay, a number is said to be prime number if factors are only 1 and that number itself. 15 നോക്കി, 15ൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാ? 1, 3, 5, 15. So 15 is not a prime number. 21 factors are 1, 3, 7, 21. So 21 is not a prime number. അപ്പോൾ ശരിക്കും മനസ്സിലായല്ലോ പ്രൈം നമ്പേഴ്സ് എന്താണെന്ന്. ഇത് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് കേൾക്കണം, നന്നായിട്ട് നോട്ട്ബുക്കിൽ എഴുതി വെക്കണം, നന്നായിട്ട് പഠിക്കുകയും വേണം. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എക്സാമ്പിൾ ഫോർ നോട്ട് എ സെറ്റ്. ഓക്കെ, സെറ്റ് എന്താണെന്ന് പഠിച്ചാൽ മാത്രം പോരാ, സെറ്റ് അല്ലാത്തത് ഏതൊക്കെയാണെന്നും കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് സെറ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. അപ്പോൾ അതിന് കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ദ കളക്ഷൻ ഓഫ് ഓൾ ഇൻ്റലിജൻറ്റ് ബോയ്സ് ഇൻ ക്ലാസ് 11. നിങ്ങളുടെ ക്ലാസ്സിലത്തെ ഇൻ്റലിജൻറ്റ് ബോയ്സ് ആരൊക്കെയാണ്? ആരൊക്കെയാ? ഓരോരാൾ ഓരോരോ ആൻസർ പറയും അല്ലേ? എല്ലാവർക്കും സെയിം ആൻസർ കിട്ടുമോ? ഇല്ല. മാത്സ് ടീച്ചർ പറയും മാത്സിൽ ഫുൾ മാർക്ക് കിട്ടിയ കുട്ടിയാണ് ഇൻ്റലിജൻറ്റ് ബോയ് എന്ന് പറയും. ഓക്കെ, ഫിസിക്സ് സാർ വന്നാൽ എന്ത് പറയും? ഫിസിക്സിൽ ഫുൾ മാർക്ക് കിട്ടിയ കുട്ടിയാണ് ഇൻ്റലിജൻറ്റ് എന്ന് പറയും. ഇംഗ്ലീഷിൻ്റെ സാറ് വന്നാലോ ഇംഗ്ലീഷിൽ ഫുൾ മാർക്ക് കിട്ടിയ കുട്ടിയാണ് ഇൻ്റലിജൻറ്റ് എന്ന് പറയും. ഓരോരാളുടെ ആൻസർ വേറെ വേറെ ആയിരിക്കും അല്ലേ? ചിലപ്പോൾ ഫുൾ മാർക്ക് കിട്ടണം എന്നില്ല. നന്നായിട്ട് ആൻസർ പറയുന്ന കുട്ടീനെ ആയിരിക്കും ടീച്ചർ ഇൻ്റലിജൻ്റ് എന്ന് പറയുക. അതായത് ഞാനിവിടെ ഈ ടേം ഡിഫൈൻ ചെയ്തിട്ടില്ല. ഞാൻ ഇൻ്റലിജൻ്റ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇവിടെ നമുക്ക് വേറെ വേറെ ആൻസർ കിട്ടും. സോ ദിസ് ഇസ് നോട്ട് എ സെറ്റ്. സെക്കൻഡ് വൺ, എ കളക്ഷൻ ഓഫ് മോസ്റ്റ് ഡേഞ്ചറസ് ആനിമൽസ് ഓഫ് ദ വേൾഡ്. മോസ്റ്റ് ഡേഞ്ചറസ് എന്താണെന്ന് ഞാനിവിടെ ഡിഫൈൻ ചെയ്തിട്ടില്ല. സോ ദിസ് ഇസ് നോട്ട് എ സെറ്റ്. Now third one, the collection of 10 most talented writers of India. അപ്പോൾ ഇവിടെ ഈ മോസ്റ്റ് ടാലൻറ്റഡ് എന്താന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ കണ്ടുപിടിക്കുക?
പറ്റൂല. രണ്ട് കുട്ടികളുടെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ രണ്ട് രീതിയിലായിരിക്കും വരിക. സോ ദിസ് ഇസ് നോട്ട് എ സെറ്റ്. ഫോർത്ത് വൺ, ദ കളക്ഷൻ ഓഫ് ഓൾ ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ്. ഈ ബ്യൂട്ടിഫുൾ കൊണ്ട് എന്താ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ വ്യക്തമായിട്ട് പറയാത്തത് കൊണ്ട് ഇതൊരു സെറ്റ് അല്ല. ഇതൊക്കെ സെറ്റ് അല്ലാത്തതിനുള്ള എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ദീസ് ആർ എക്സാമ്പിൾസ് ഫോർ നോട്ട് എ സെറ്റ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതൊക്കെ സെറ്റിനുള്ള എക്സാമ്പിൾസ് ആയിരിക്കും. അടുത്തൊരു എക്സാമ്പിൾ നോക്കിയേ. റൈറ്റ് ദ സൊല്യൂഷൻ സെറ്റ് ഓഫ് ദ ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 ഈക്വൽ ടു 0. ഈ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നിങ്ങൾക്കറിയാം. നമുക്കത് രണ്ട് രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. സം 1 പ്രൊഡക്റ്റ് മൈനസ് 2. ഓക്കെ, സം 1 പ്രൊഡക്റ്റ് മൈനസ് 2 അങ്ങനെ കിട്ടണമെങ്കിൽ ഏതൊക്കെ നമ്പേഴ്സ് എടുക്കണം? -1 and 2. Okay, when we take a minus 1, b 2, sum of these two numbers -1 and 2 is 1. Product of -1 and 2 is -2. x plus a into x plus b നെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കിട്ടും. അതായത് x square plus a plus b into x plus ab. അപ്പോൾ ഇവിടെ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ആയിട്ട് വരുന്നത് സം ഓഫ് എ ആൻഡ് ബി, a plus b ആണ് വരുന്നത്. ലാസ്റ്റ് ടേം കോൺസ്റ്റന്റ് ടേം വരുന്നത് പ്രൊഡക്റ്റ് ആണ്, എ ഇൻറ്റു ബി ആണ്. അപ്പോൾ ഇവിടെ പ്രൊഡക്റ്റ് -2 സം 1 ആണ്. അപ്പോൾ എയും ബിയും എന്തായിരിക്കും? -1 and 2. അപ്പോൾ ഇതിനെ നമ്മൾ ഈക്വൽ ടു 0 എടുത്തു കഴിഞ്ഞാൽ എക്സ് -1 ഇൻറ്റു എക്സ് പ്ലസ് 2 ഈക്വൽ ടു 0 ഉണ്ട്. ഈക്വൽ ടു 0 എടുത്തു കഴിഞ്ഞാൽ വി ഗെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1. -1 ഇപ്പുറത്തേക്ക് എടുക്കണം. എക്സ് ഇസ് ഈക്വൽ ടു 1, എക്സ് ഇസ് ഈക്വൽ ടു -2. ഇതിൻ്റെ ആൻസർ വരുന്നത് 1 and -2. ഓക്കെ, എക്സ് -1 ഈക്വൽ ടു 0 എടുക്കണം, എക്സ് ഈക്വൽ ടു 1 കിട്ടും. എക്സ് പ്ലസ് 2 ഈക്വൽ ടു 0 എടുക്കുമ്പോൾ എക്സ് ഈക്വൽ ടു -2 കിട്ടും. ഒന്നെങ്കിൽ നിങ്ങൾ ഈ മെത്തേഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ വളരെ ഈസി ആയ വേറൊരു മെത്തേഡ് ഉണ്ട്. അതേതാ? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന മെത്തേഡ്. എക്സ് ഇസ് ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. ഓക്കെ, കൺസിഡർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c. Here the equation is x square plus x minus 2. So a is 1, b is 1, c is -2. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതുപോലെ സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം അല്ലേ? എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് b ആണ്. ഹിയർ b is 1. So minus b is -1 plus or minus b square, that is 1 square 1, minus 4 into a into c. a is 1, c is -2. So 1 into -2. Divided by 2a, that is 2 into 1 is 2. ഇപ്പോൾ ഇവിടെ 1 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് വരും. 4 into 2 8. 1 plus 8 is 9. Root of 9 is 3. So we get -1 plus or minus 3 divided by 2. -1 plus 3 2. So 2 by 2. -1 minus 3 is -4. So -4 by 2. 2 by 2 is 1. -4 by 2 is -2. So answer is 1 and -2. ഇപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന സെറ്റ് ഏതാ? സൊല്യൂഷൻ സെറ്റ് ഏതാ? സെറ്റ് 1 -2. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇപ്പോൾ ഇവിടെ 1 -2 അല്ലാതെ വേറെ ആൻസർ വരുമോ? വേറെ ആൻസർ എഴുതി കഴിഞ്ഞാൽ അത് തെറ്റാണ്. അപ്പോൾ നിങ്ങൾ 1 2 എന്ന് എഴുതി കഴിഞ്ഞാൽ ആൻസർ തെറ്റാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാ? 1 -2. ഇപ്പോൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ആൻസർ മാത്രമേ കിട്ടും. അതേത് ആൻസർ? 1 and -2. സെറ്റ് 1, -2. ഓക്കെ, so this is a set. Solution of x square plus x minus 2 equal to 0 is a set. അപ്പോൾ സെറ്റും സെറ്റ് അല്ലാത്തതും തമ്മിലുള്ള വ്യത്യാസം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത പുതിയൊരു എക്സാമ്പിൾ എടുക്കാം. ലെറ്റ് a ഈക്വൽ ടു സെറ്റ് 1 2. ഓക്കെ, ഇത് പുതിയൊരു എക്സാമ്പിളാണ് എടുത്തിരിക്കുന്നത്. a ഈക്വൽ ടു സെറ്റ് 1 2. Now 1 is an element of a. ഓക്കെ, 1 എയിലെ ഒരു എലമെൻ്റ് ആണ്. അതിന് നമ്മൾ എഴുതുന്നത് എങ്ങനെയാണെന്ന് അറിയാവോ? വി റൈറ്റ് ഇറ്റ് ആസ് 1 ബിലോങ്സ് ടു എ. വായിക്കേണ്ടത് എങ്ങനെയാണ്? 1 ബിലോങ്സ് ടു എ. ഓക്കെ, ഇത് ഗ്രീക്ക് ലെറ്റർ ആണ്. അതിനെ വായിക്കേണ്ടത് എപ്സിലോൺ ആണ്. ഇതിൻ്റെ പേര് എപ്സിലോൺ ആണ്. നമ്മൾ വായിക്കുന്നത് 1 ബിലോങ്സ് ടു എ. 1 ഈസ് ആൻ എലമെന്റ് ഓഫ് എ. 1 ഇതിൻ്റെ അകത്തുണ്ട് എന്നർത്ഥം. ഓക്കെ, 1 ബിലോങ്സ് ടു എ. If A is an element of a set A, we write it as A belongs to A. ജനറൽ ആയിട്ട് പറയുന്നത് ഇങ്ങനെയാണ്, A belongs to A. വായിക്കേണ്ടത് A belongs to A. ഒരു സെറ്റ് എയിൻ്റെ അകത്ത് ഒരു എലമെൻ്റ് ആണ് A എങ്കിൽ നമ്മളിത് എഴുതുന്നത് ഇങ്ങനെയാണ്, A belongs to A. Now here 1 belongs to A, 2 belongs to A. 3 ഇതിൻ്റെ അകത്തുണ്ടോ? ഇല്ല.
3 ഈസ് നോട്ട് ആൻ എലമെന്റ് ഓഫ് എ. അതെങ്ങനെയായിരിക്കും നമ്മൾ ഇതുപോലെ എഴുതേണ്ടത്? 3 ഇതുപോലെ നോട്ട് ബിലോങ്സ് ടു ആവണം. ഇത് ബിലോങ്സ് ടു ആണ്, നോട്ട് ബിലോങ്സ് ടു ആവണം. അപ്പൊ എന്തായിരിക്കും ചെയ്യേണ്ടത്? നിങ്ങൾക്കറിയാം, ഈക്വൽ നോട്ട് ഈക്വൽ എന്ന് എഴുതാൻ നമ്മൾ എന്ത് ചെയ്യും? ഈക്വൽ സൈൻ എഴുതിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു ലൈൻ വരക്കുന്നില്ലേ, ചെറിയൊരു ലൈൻ വരക്കൂലേ, അതുപോലെ ആണ് ഇവിടെ എഴുതേണ്ടത്. 3 നോട്ട് ബിലോങ്സ് ടു എ. ഓക്കെ, 3 ഈസ് നോട്ട് ആൻ എലമെന്റ് ഓഫ് എ. വി റൈറ്റ് ഇറ്റ് ആസ് 3 നോട്ട് ബിലോങ്സ് ടു എ. എപ്സിലോൺ എഴുതിയിട്ട് അതിൻ്റെ മുകളിൽ ചെറിയൊരു ലൈൻ വരക്കാം. 3 നോട്ട് ബിലോങ്സ് ടു എ. Let A equal to set 1, 2, 3, 4, 5, 6. Then ഇതൊക്കെ എലമെന്റ്സ് ആണ്. 1, 2, 3, 4, 5, 6 are elements of A. So 1 belongs to A, 2 belongs to A, 3 belongs to A, 4 belongs to A, 5 belongs to A, 6 belongs to A. But 0 not belongs to A, 7 not belongs to A, 8 not belongs to A, -1 not belongs to A, 10 not belongs to A. So belongs to not belongs to clear ആയല്ലോ. ഓക്കെ, ഗ്രീക്ക് ലെറ്റേഴ്സിൻ്റെ ഒരു ചാർട്ടാണിത്. ആൽഫ, ബീറ്റ, ഗാമ ഒക്കെ നിങ്ങൾക്ക് നേരത്തെ അറിയാം. ഇത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്. ആൽഫ, ബീറ്റ, ഗാമയുടെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്. നമുക്ക് പരിചയം ഉള്ളത് ഈ സ്മോൾ ലെറ്റേഴ്സ് ആണ്, ആൽഫ, ബീറ്റ, ഗാമ. ഇപ്പൊ നമ്മൾ ഉപയോഗിച്ചത് എപ്സിലോൺ ആണ്. ഇത് ക്യാപിറ്റൽ എപ്സിലോൺ, ഇത് സ്മോൾ ലെറ്റർ എപ്സിലോൺ. ഓക്കെ, പിന്നെ ഇത് നിങ്ങൾക്ക് സുപരിചിതമായ ഒരു ലെറ്റർ ഇവിടെയുണ്ട്, പൈ ആണ് അല്ലേ. പൈ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ ഇരിക്കുന്ന ഈ സിഗ്മ നമ്മൾ ഒരുപാട് പ്രാവശ്യം ഉപയോഗിക്കും. അതുപോലെ തീറ്റ നിങ്ങൾ ഓൾറെഡി ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ, സ്മോൾ ലെറ്റർ തീറ്റ നിങ്ങൾ ഓൾറെഡി ഉപയോഗിച്ചിട്ടുണ്ട്. ലാംഡ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ടേമാണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ ഉപയോഗിക്കുന്ന വേറൊരു ലെറ്റർ ഇവിടെ ഉണ്ട്, ഇതാണ് ഫൈ. ഓക്കെ, ഇത് ഉപയോഗിക്കും. പിന്നെ ഈ ഒമേഗ, 1-2 സ്ഥലത്തൊക്കെ നമ്മൾ ഒമേഗ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഇതൊക്കെ ഗ്രീക്ക് ലെറ്റേഴ്സ് ആണ്. ഹയർ ക്ലാസ്സിൽ വരുമ്പോൾ ഇതിൽ കൂടുതൽ ലെറ്റേഴ്സ് നമ്മൾ ഉപയോഗിക്കും. ഡെൽറ്റ ഉപയോഗിക്കും, സീറ്റ ഉപയോഗിക്കും, റോ ഉപയോഗിക്കും, ന്യൂ വരുന്നുണ്ട്, ഒക്കെ വരും അവിടെ. ഓക്കെ, അപ്പോൾ ഈ ലെറ്റേഴ്സ് എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കിലേക്ക് കടക്കാം. മെത്തേഡ്സ് ഓഫ് റെപ്രസെൻറ്റിംഗ് എ സെറ്റ്. ഓക്കെ, ആക്ച്വലി ദർ ആർ 3 മെത്തേഡ്സ്. ഒരു സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ 3 മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഒരു മെത്തേഡ് ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് നമ്മൾ പഠിക്കും. ഇപ്പം നമ്മൾ 2 മെത്തേഡാണ് പഠിക്കാൻ പോകുന്നത്. റോസ്റ്റർ ഫോം ഓർ ടാബുലർ ഫോം. സെക്കൻഡ് വൺ സെറ്റ് ബിൽഡർ ഫോം. റോസ്റ്റർ ഫോമിൻ്റെ വേറൊരു പേരാണ് ടാബുലർ ഫോം. ഇപ്പോൾ നമുക്ക് ആദ്യം റോസ്റ്റർ ഫോം എന്താണെന്ന് നോക്കാം. റോസ്റ്റർ ഫോം ഓർ ടാബുലർ ഫോം, ഇത് നമ്മൾ ഓൾറെഡി ഉപയോഗിച്ച് കഴിഞ്ഞു കേട്ടോ. തൊട്ട് മുമ്പേ നമ്മളിത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇൻ റോസ്റ്റർ ഫോം all the elements of a set are listed. The elements are being separated by commas and are enclosed within curly brackets. Okay, എന്ത് ചെയ്യണം? കേളി ബ്രാക്കറ്റിൻ്റെ അകത്ത് എലമെന്റ്സ് എഴുതണം. ഓരോ എലമെന്റിന് ശേഷം കൊമ എഴുതണം. എക്സാമ്പിൾ, ഓഡ് നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 10. ഓഡ് നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 10. 10-നേക്കാളും ചെറിയ ഓഡ് നമ്പർ ആയിരിക്കണം. ഓക്കെ, ഓഡ് നാച്ചുറൽ നമ്പർ ഏതൊക്കെയാ? 1, 3, 5, 7, 9. ഇങ്ങനെയാണ് നമ്മൾ റോസ്റ്റർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യേണ്ടത്. എലമെന്റ്സ് ലിസ്റ്റ് ചെയ്യണം, ഓരോ എലമെന്റിന് ശേഷം കൊമ ഇടണം, കേളി ബ്രാക്കറ്റ്സ് ഇട്ട് വെക്കണം. ഓക്കെ, now second one, the set of all vowels in English alphabet. vowels സ്വരാക്ഷരങ്ങൾ ഏതൊക്കെയാ? എ, ഇ, ഐ, ഒ, യു. ഇപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് സ്മോൾ ലെറ്റേഴ്സ് ആണ്. എ, ഇ, ഐ, ഒ, യു. ഓരോ ലെറ്റർ ചെയ്തിട്ട് കോമ ഇടണം, കേളി ബ്രാക്കറ്റ്സ് ഇടണം. തേർഡ് വൺ, ദ സെറ്റ് ഓഫ് ഓൾ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് സ്കൂൾ. ഏതൊക്കെ ലെറ്റേഴ്സ് ആണ് ഇവിടെ ഉള്ളത്? എസ്, സി, എച്ച്, ഒ, എൽ. ഓക്കെ, ഇപ്പം നിങ്ങൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഓ ഇവിടെ 2 പ്രാവശ്യം ഉണ്ട്, പക്ഷെ ഇവിടെ 1 പ്രാവശ്യം മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഏതൊക്കെ ലെറ്റേഴ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ ആൻസർ? സ്കൂൾ എന്ന് പറഞ്ഞ വേർഡ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഏതൊക്കെ ലെറ്റേഴ്സ് ഉപയോഗിക്കും? ഏതൊക്കെ ലെറ്റേഴ്സാ? എസ്, സി, എച്ച്, ഒ, എൽ. അപ്പോൾ ഓ 2 പ്രാവശ്യം പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതുപോലെ തന്നെയാണ് റോസ്റ്റർ ഫോമിൽ എഴുതുന്ന സമയത്ത് ഓ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒറ്റൊരു പ്രാവശ്യം എഴുതിയാൽ മതി. ഓവിനെ 1 പ്രാവശ്യം മാത്രമേ എഴുതേണ്ട ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ ഈ ലെറ്റേഴ്സിൻ്റെ ഓർഡർ മാറ്റി എഴുതുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഇതിനെ നമുക്ക് ഇങ്ങനെയും എഴുതാം, സെറ്റ് CHLOS. ഓക്കെ, രണ്ടും ഒരേ സെറ്റ് തന്നെയാണ്. ഓർഡർ ഇമ്പോർട്ടൻ്റ് അല്ല. എലമെൻസിനെ നമുക്ക് അതിൻ്റെ ഓർഡർ മാറ്റിയിട്ട് എഴുതാം.
ഇപ്പോൾ ഇവിടെ 2 പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കണം. ഫസ്റ്റ് വൺ, ഇൻ റോസ്റ്റർ ഫോം എവറി എലമെന്റ് ഓഫ് ദ സെറ്റ് ഇസ് ലിസ്റ്റഡ് ഓൺലി വൺസ്. ഒരു പ്രാവശ്യം മാത്രമേ എഴുതേണ്ട ആവശ്യമുള്ളൂ, റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. Now second one, the order in which the elements are listed is immaterial. Elementsന്റെ order important അല്ല, order മാറ്റിയിട്ട് നമുക്ക് എഴുതാം. Now second one, set builder form. In this form we write a variable, say x, representing any member of the set followed by a property satisfied by each member of the set. അപ്പോൾ ഇവിടെ ഞാനൊരു എക്സാമ്പിൾ എടുക്കാം, അപ്പോൾ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ഫസ്റ്റ് വൺ, എ ഈക്വൽ ടു എഴുതേണ്ടത് ഇങ്ങനെയാണ്, സെറ്റ് ബിൽഡർ ഫോം എഴുതേണ്ടത് ഇതുപോലെയാണ്. കേളി ബ്രാക്കറ്റ് ഇടണം. എക്സ് ഇത് വായിക്കേണ്ടത് സച്ച് ദാറ്റ് എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ എക്സ്. അതായത് ഈ സെറ്റിലെ മെമ്പേഴ്സിനൊക്കെ നമ്മൾ ഈ വേരിയബിൾ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യും. ഓക്കെ, ഈ സെറ്റിലെ മെമ്പർ എക്സ് ആണ്. എക്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രോപ്പർട്ടി ഇവിടെ സ്റ്റേറ്റ് ചെയ്യണം. എക്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രോപ്പർട്ടി എന്താ? എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6. അപ്പോൾ ഇതിൽ വരുന്ന എലമെന്റ്സ് ഏതൊക്കെയാ? നാച്ചുറൽ നമ്പർ ആയിരിക്കണം, ലെസ് ദാൻ 6 ആയിരിക്കണം. ഏതൊക്കെ എലമെന്റ്സാ? 1, 2, 3, 4, 5. ഓക്കെ, അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ആ എലമെന്റ്സിനെ ലിസ്റ്റ് ചെയ്താൽ റോസ്റ്റർ ഫോമായി. ആ എലമെന്റ്സിന്റെ പ്രോപ്പർട്ടി പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ബിൽഡർ ഫോമായി. ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ആ സെറ്റിനെ ബിൽഡ് ചെയ്യുന്നത്. സെറ്റിനെ ബിൽഡ് ചെയ്യുന്ന പ്രോപ്പർട്ടി പറയുന്ന രീതിയാണ് set builder form. Now second one, b equal to set of all x such that x is an integer 2 less than x less than 7. 2ന്റെയും 7ന്റെയും ഇടക്ക് വരുന്ന ഇന്റീജേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിൽ ഇതുപോലെയാണ് എഴുതേണ്ടത്. set of all x such that x is an integer 2 less than x less than 7. അപ്പോൾ ഈ എക്സ് ഇതിലെ മെമ്പറാണ്, ഈ സെറ്റിലെ മെമ്പറാണ് എക്സ്. എക്സ് എന്ത് സാറ്റിസ്ഫൈ ചെയ്യണം? അത് ഇൻറ്റീജർ ആയിരിക്കണം. അത് മാത്രമല്ല 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 7, 2ന് ശേഷം വരുന്ന ഇൻറ്റീജർ ഏതൊക്കെയാ? 3, 4, 5, 6, 7, 8, 9 അതൊക്കെ വരും. പക്ഷെ ഇവിടെ ഒരു കണ്ടീഷനും കൂടി ഉണ്ട്, ലെസ് ദാൻ 7. അപ്പോൾ ഇതൊക്കെ എലമെന്റ്സാണ് ഇതിൽ വരുക? 3, 4, 5, 6. അതാണ് ഈ സെറ്റിലെ എലമെന്റ്സ്. ഇപ്പോൾ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുന്ന സമയത്ത് ഇതുപോലെ എഴുതണം. ആ എലമെന്റ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രോപ്പർട്ടി അവിടെ എഴുതി വെക്കണം. ഓക്കെ, ഇതാണ് സെറ്റ് ബിൽഡർ ഫോം. സെറ്റിനെ ബിൽഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടി, ഈ എലമെന്റ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രോപ്പർട്ടി. ഒരു റൂൾ അവിടെ ഉണ്ടാകും. ഈ എക്സിന്റെ സ്വഭാവം എന്താണെന്ന് നമുക്കതെന്ന് മനസ്സിലാക്കാം. അതാണ് സെറ്റ് ബിൽഡർ ഫോം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ദ സെറ്റ് ഓഫ് ഓൾ ഓഡ് നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 10 ഇൻ ദ സെറ്റ് ബിൽഡർ ഫോം ഇസ് റിട്ടൺ ആസ്. എലമെന്റ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ആ കണ്ടീഷൻ നമുക്ക് ഡയറക്റ്റ് എഴുതിയാൽ മതി. സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുന്ന സമയത്ത് ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇവിടെ സെറ്റിന് ഒരു നെയിം കൊടുത്തിട്ടുണ്ട്. എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ്, ആ കണ്ടീഷൻ എന്താണോ അത് ഇവിടെ എഴുതി വെച്ചല്ലേ. എക്സ് ഈസ് ആൻ ഓഡ് നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 10. ആ കണ്ടീഷൻ, ആ പ്രോപ്പർട്ടി ഇവിടെ എഴുതി വെക്കാം. ഇതാണ് സെറ്റ് ബിൽഡർ ഫോം. വായിക്കേണ്ടത് ഒന്ന് ശ്രദ്ധിക്കണേ. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്, ഇത് ഇത്ര വായിക്കേണ്ടത് അതുപോലെയാണ്. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഓഡ് നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 10. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയ സെറ്റ്സ് ആണ്. ഓക്കെ, ഇത് നന്നായിട്ട് പഠിച്ചു വെക്കണം. ഇതിൽ ഒരു കൺഫ്യൂഷനും പാടില്ല. ഓരോ സെറ്റിലെ എലമെന്റ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങളോട് എപ്പോൾ ചോദിച്ചാലും നിങ്ങൾക്ക് പറയാൻ പറ്റണം. അതുപോലെ നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്, എണ്ണൽ സംഖ്യകൾ ഏതൊക്കെയാ? 1, 2, 3, 4, 5 എക്സെട്ര. ഈ സെറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ എൻ വെച്ചിട്ടാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് എൻ ഈക്വൽ ടു സെറ്റ് 1, 2, 3, 4, 5 എക്സെട്ര. അടുത്തത് ഹോൾ നമ്പേഴ്സ്, സെറ്റ് ഓഫ് ഓൾ ഹോൾ നമ്പേഴ്സ്. ഇതിൻ്റെ കൂടെ ഒരു 0 ചേർത്താൽ മതി, ഹോൾ നമ്പേഴ്സായി. ഹോൾ നമ്പേഴ്സ്, set of all whole numbers is denoted by w. w equal to set 0, 1, 2, 3, 4 etc. ഓക്കെ, ഒരു 0 കൂടി ചേർക്കാം. നാച്ചുറൽ നമ്പറിൻ്റെ കൂടെ ഒരു 0 കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഹോൾ നമ്പേഴ്സ് കിട്ടും. ഇനി ഇല്ല നമ്പേഴ്സ് ഏതാ? ഇതല്ലാത്ത വേറെ നമ്പേഴ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലേ. ഇതൊക്കെയാ -1, -2, -3. ഈ -1, -2, -3 എക്സെട്രയും ഇതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സെറ്റ് ഏതാ? സെറ്റ് ഓഫ് ഓൾ ഇന്റീജേഴ്സ്.
സെറ്റ് ഓഫ് ഓൾ ഇൻറ്റീജേഴ്സ് ഇസ് ഡിനോട്ടഡ് ബൈ സെറ്റ്. സെറ്റ് ഈക്വൽ ടു എക്സെട്ര ഇടണേ, കാരണം ഇവിടെ ഇങ്ങോട്ട് പോകുന്നുണ്ട് അല്ലേ. 3 ഡോട്ട്സ് ഇട്ടാൽ മതി, അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്ന അർത്ഥം. -2 ശേഷം ഇവിടെ -3 -4 എക്സെട്ര ഉണ്ട്. സോ എക്സെട്ര -2 -1 0 1 2 എക്സെട്ര. ഇതാണ് നമ്മുടെ സെറ്റ് ഓഫ് ഓൾ ഇൻറ്റീജേഴ്സ്. പഠിച്ചു കഴിഞ്ഞോ? നോട്ടിൽ ഇതുപോലെ നന്നായിട്ട് എഴുതി വെക്കണം. വീഡിയോ പോസ് ചെയ്യുക. ഈ ബ്ലാക്ക് ബോർഡിൽ കാണുന്ന കാര്യങ്ങളൊക്കെ നോട്ടിൽ എഴുതി വെക്കണം. നന്നായിട്ട് പഠിക്കും വേണം. ഇത് ബേസിക് ആയ കാര്യങ്ങളാണ്. ഇത് നമ്മൾ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും പിന്നീട് അങ്ങോട്ട് പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഇത് ഉപയോഗിക്കും. ഓക്കെ, അതുകൊണ്ട് ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് പഠിച്ചു വെച്ചോളണം. Now next is set of all positive integers. Okay, ഇതാണ് നമ്മുടെ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്. ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. മുകളിൽ ഒരു പ്ലസ്, ചെറിയൊരു പ്ലസ് ഇട്ടേക്കണം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്. പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ഏതൊക്കെയാ? 1 2 3 4 എക്സെട്ര. ഈ സെറ്റ് നമുക്കറിയാം. ഇത് ഏത് സെറ്റാണ്? സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. സോ സെറ്റ് പ്ലസ് ഇസ് ഈക്വൽ ടു n. സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. Set of all negative integers are Z minus, denoted by Z minus, and is equal to Z -1 -2 -3 etc. അപ്പോൾ നമ്മൾ ഒരു എലമെന്റ് ഇവിടെ വിട്ടിട്ടുണ്ട് അല്ലേ. സെറ്റിലെ ഒരു എലമെന്റ് ഇവിടെ ഇല്ല. അത് ഏതാ? 0 ആണ്. പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് വന്നു, നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് വന്നു. ഇനി 0 കൂടി ചേർത്താലാണ് നമ്മുടെ സെറ്റ് കിട്ടുക. അതായത് സെറ്റ് ഈക്വൽ ടു സെറ്റ് മൈനസ് യൂണിയൻ സെറ്റ് 0 യൂണിയൻ സെറ്റ് പ്ലസ്. ഇതിനെ നമ്മൾ വായിക്കേണ്ടത് യൂണിയൻ എന്നാണ്. ഇതേ ചാപ്റ്ററിൽ കുറച്ച് കഴിയുമ്പോൾ യൂണിയനെ കുറിച്ച് നമ്മൾ പഠിക്കും. തൽക്കാലം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് ഉണ്ടാകും, 0 ഉണ്ടാകും, പിന്നെ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ഉണ്ടാകും. ഈ 3 സെറ്റും ചേർത്തിട്ട്, ഇതിലെ എല്ലാ എലമെന്റ്സും ചേർത്തിട്ട് കിട്ടുന്ന വലിയൊരു സെറ്റാണ് സെറ്റ്. സെറ്റ് ഓഫ് ഓൾ ഇൻറ്റീജേഴ്സ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റാഷണൽ നമ്പേഴ്സ്. സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. റാഷണൽ നമ്പേഴ്സിന് ഒരു എക്സാമ്പിൾ തന്നെ. 1/2, യെസ്. 5/7 എക്സെട്ര, യെസ്. Q equal to, set of all rational numbers is denoted by Q. Q equal to set of all P by Q such that P and Q belongs to set. P and Q are integers and Q not equal to 0. P by Q ഫോമിൽ ഉണ്ടാവണം. P and Q എന്തായിരിക്കണം? ഇൻറ്റീജേഴ്സ് ആയിരിക്കണം. ബിലോങ്സ് ടു സെറ്റ്. P and Q are integers and denominator not equal to 0. When denominator is 0, this number is not defined. So Q not equal to 0. Such numbers are known as rational numbers. ഇനി ഇതിൽ സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ് ഡിനോട്ട് ചെയ്യുന്നത് Q പ്ലസ്, പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ്. സെറ്റ് ഓഫ് ഓൾ നെഗറ്റീവ് റാഷണൽ നമ്പേഴ്സ് ഇസ് ഡിനോട്ടഡ് ബൈ Q മൈനസ്. ഇനി ഒരു ടേമും കൂടി ഇവിടെ നമുക്ക് പഠിക്കാനുണ്ട്. സെറ്റ് ഓഫ് ഓൾ നോൺ നെഗറ്റീവ് റാഷണൽ നമ്പേഴ്സ്. നെഗറ്റീവ് അല്ലാത്ത റാഷണൽ നമ്പേഴ്സ്. അപ്പോൾ എന്തൊക്കെ വരും? അതിൽ പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ് വരും, പിന്നെ അതിൻ്റെ കൂടെ 0 വരും. ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. നെഗറ്റീവ് റാഷണൽ നമ്പർ എന്ന് പറയുമ്പോൾ -1/2 -2/3 എക്സെട്ര ആ ടൈപ്പ് നമ്പേഴ്സ് ആണ്. നോൺ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് അല്ലാത്തത്. അപ്പോൾ എന്തൊക്കെ വരും? പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ് വരും, അതിൻ്റെ കൂടെ 0 കൂടി വരും. സെറ്റ് 0 എന്ന് എഴുതി വെക്കണം. Q പ്ലസ് യൂണിയൻ സെറ്റ് 0. Q പ്ലസിൻ്റെ കൂടെ 0 എന്ന് പറഞ്ഞ എലമെൻറ്റും കൂടി ചേർക്കണം. ഇനി നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. റാഷണൽ നമ്പേഴ്സിനെ നമ്മൾ നേരത്തെ സെറ്റിൻ്റെ എലമെൻറ്റിനെ ലിസ്റ്റ് ചെയ്ത പോലെ, നാച്ചുറൽ നമ്പർ എന്നിലെ എലമെൻറ്റ്സിനെ ലിസ്റ്റ് ചെയ്ത പോലെ ലിസ്റ്റ് ചെയ്യാൻ പറ്റൂല. 1, 2, 3, അതുപോലെ ലിസ്റ്റ് ചെയ്യാൻ പറ്റൂല. 1/2, 1/3 അതുപോലെ ലിസ്റ്റ് ചെയ്യാൻ പറ്റൂല. ഏത് 2 റാഷണൽ നമ്പർ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ അടുക്ക് ഇൻഫിനിറ്റ്ലി മെനി റാഷണൽ നമ്പേഴ്സ് ഉണ്ടാകും. അപ്പോൾ എലമെൻറ്റ്സിനെ നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റൂല. ആ റൂള് മാത്രമേ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റൂ. ഇപ്പോൾ ക്യൂവിലെ എലമെൻറ്റ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന റൂൾ ഇതാണ്. P/Q ഫോമിൽ ഉണ്ടാവണം. PQ ബിലോങ്സ് ടു സെറ്റ്. Pയും Qയും ഇൻറ്റിജർ ആയിരിക്കണം. ഡിനോമിനേറ്റർ Q നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. ഈ ഫോമിൽ മാത്രമേ നമുക്ക് സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. എലമെൻറ്റ്സിനെ ലിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഏത് 2 നമ്പർ എടുത്തു കഴിഞ്ഞാലും, ഇപ്പം ഞാൻ 1/2 1/3 എടുത്തു. 1/2 ആൻഡ് 1/3 2 റാഷണൽ നമ്പേഴ്സ് ആണ്. ആ 2 നമ്പറിൻ്റെ ഇടക്ക് ഇൻഫിനിറ്റ്ലി മെനി നമ്പേഴ്സ് ഉണ്ടാകും. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഒരു 1/2 1/3 ആ 2 നമ്പേഴ്സ് ആഡ് ചെയ്യാം, /2 ചെയ്യാം, പുതിയൊരു നമ്പർ കിട്ടും. ആ പുതിയ നമ്പറും 1/2 ആഡ് ചെയ്യുക, /2 ചെയ്യാം.
ഇപ്പം നാലാമതൊരു നമ്പർ കിട്ടും. ഓക്കെ, ആ നാലാമത്തെ നമ്പറും 1/2 ആഡ് ചെയ്യുക, ബൈ 2 ചെയ്യുക, പുതിയൊരു നമ്പർ കിട്ടും. ആ പുതിയ നമ്പർ പ്ലസ് 1/2/2 ചെയ്യാം, വേറൊരു നമ്പർ കിട്ടും. ഇങ്ങനെ നമുക്ക് എത്ര പ്രാവശ്യം ചെയ്യാം? കാൽക്കുലേറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിൽ ചെയ്യാം. അതായത് രണ്ട് നമ്പറിൻ്റെ അടുക്ക് നമുക്ക് ഇൻഫിനിറ്റ്ലി മനി നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് ക്യൂലെ എലമെന്റ്സിനെ ലിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഇതുപോലെ മാത്രം എഴുതാനേ പറ്റത്തുള്ളൂ. ഓക്കെ, 5 is a rational number. എന്തുകൊണ്ടാ? 5 we can write it as 5/1. So all natural numbers are rational numbers. All whole numbers are rational numbers. 0 equal to 0/1. 0/1 എന്ന് എഴുതാം, 0/2 എന്ന് എഴുതാം, 0/5 എന്ന് എഴുതാം അല്ലേ? 0 by any number equal to 0. So 0 is also a rational number. All integers are rational numbers. Okay, all natural numbers are rational numbers. All integers are rational numbers. Okay, then numbers of the form 1/2, 2/3, 5/7 എന്ത് വേണമെങ്കിൽ എഴുതാം കേട്ടോ. p/q ഫോമിൽ ഉണ്ടാവണം. pq integers ആയിരിക്കണം, q not equal to 0 ആയിരിക്കണം. അത് മാത്രം ഓർത്താൽ മതി. -3/7, -5/9 etc. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. All natural numbers are rational numbers. All whole numbers are rational numbers. All integers are rational numbers. ഇതുപോലെ വരും. ഓക്കെ, നല്ല ഭംഗിയില്ലേ? ഇത് നമ്മുടെ നാച്ചുറൽ നമ്പർ സെറ്റാണ്. ഇതിൻ്റെ അകത്ത് ഏതൊക്കെ എലമെന്റ്സ് ഉണ്ടാകും? 1, 2, 3 എക്സെട്ര. ഇതിൻ്റെ കൂടെ ഒരു 0 ചേർത്ത് കഴിഞ്ഞാൽ ഹോൾ നമ്പേഴ്സ് കിട്ടും. ഹോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 0, 1, 2, 3 എക്സെട്ര. നെഗറ്റീവ് നമ്പേഴ്സും കൂടി വന്നു കഴിഞ്ഞാൽ ഇൻറ്റീജേഴ്സ് വരും. അതായത് എക്സെട്ര, -2, -1, 0, 1, 2, 3 എക്സെട്ര. അതാണ് ഇൻറ്റീജേഴ്സ്. ഓക്കെ, ഇതെല്ലാം ചേർക്കാം. അതിൻ്റെ കൂടെ ബാക്കി വരുന്ന നമ്പേഴ്സ് ഉണ്ട്, p/q ഫോമിൽ വരുന്ന നമ്പേഴ്സ്. p/q, pq belongs to set q not equal to 0. 1/2, 3/5, 1/7 എക്സെട്ര. ആ നമ്പേഴ്സ് ചേർക്കുമ്പോഴാണ് റാഷണൽ നമ്പർ സെറ്റ് ഉണ്ടാവുന്നത്. റാഷണൽ നമ്പർ സെറ്റ് വലിയ സെറ്റാണ്. അതിൻ്റെ അകത്ത് നാച്ചുറൽ നമ്പേഴ്സും ഉണ്ടാകും, ഹോൾ നമ്പേഴ്സും ഉണ്ടാകും, ഇൻറ്റീജേഴ്സും ഉണ്ടാകും. ഓക്കെ, റാഷണൽ നമ്പേഴ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്. ടെർമിനേറ്റിംഗ് ഡെസിമൽ വരുന്നത്, അതായത് 1/2 ടെർമിനേറ്റ് ചെയ്യുന്നുണ്ട്, 0.5. 3/5 ഈക്വൽ ടു 0.6. 4/25 ഈക്വൽ ടു 0.16. ഇവിടെ എൻഡ് ചെയ്യുന്നുണ്ട്. ഡിജിറ്റ് പിന്നീട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നില്ല. ഡെസിമൽ പാർട്ട് ഇവിടെ എൻഡ് ചെയ്യുന്നുണ്ട്. 1/5 ഈക്വൽ ടു 0.2. 1/100 ഈക്വൽ ടു 0.01. ടെർമിനേറ്റിംഗ് ഡെസിമൽ പാർട്ടിലുള്ള റാഷണൽ നമ്പേഴ്സ് ഉണ്ട്. സെക്കൻഡിൽ വരുന്നത് നോൺ ടെർമിനേറ്റിംഗ് ആണ്. ഇത് ഇതുപോലെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകും. 1/3 ഈക്വൽ ടു 0.333 എക്സെട്ര. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകും. പക്ഷെ ഇവിടെ 3 എന്ന് പറഞ്ഞ എലമെന്റ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. 0.3യുടെ മുകളിൽ ഒരു ഡോട്ട് ഇടും, അല്ലെങ്കിൽ 3യുടെ മുകളിൽ ഒരു ബാർ ഇടും. നോൺ ടെർമിനേറ്റിംഗ് ബട്ട് റെക്കറിങ്, റിപ്പീറ്റ് ചെയ്യും, എലമെന്റ്സ് റിപ്പീറ്റ് ചെയ്യും. 1/7 നോക്കിയേ, 1/7 വരുന്നത് ഇതുപോലെയാണ്. 0.142857, 142857. ഇപ്പോൾ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത് ഏതാ? 142857. ഓക്കെ, 6 ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യും. 1/17 ഇവിടെ 16 ഡിജിറ്റ്സ് ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്. 1/17 ഈക്വൽ ടു 0.0588235294117647. ഈ 16 ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, ഇതുപോലെയുള്ള നമ്പേഴ്സ് കണ്ടുപിടിക്കാം. വളരെ ഇൻട്രസ്റ്റിംഗ് അല്ലേ? ഇപ്പോൾ റാഷണൽ നമ്പേഴ്സ് ഈ രണ്ട് ടൈപ്പാണ് വരിക. ഒന്നെങ്കിൽ ടെർമിനേറ്റ് ചെയ്യും, ഡെസിമൽ പാർട്ട് ടെർമിനേറ്റ് ചെയ്യും, എൻഡ് ചെയ്യും. അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ എലമെന്റ്സ് റിപ്പീറ്റ് ചെയ്യും, ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്യും. ഈ രണ്ട് രീതിയിൽ റാഷണൽ നമ്പേഴ്സ് വരാം. ഈ രണ്ട് രീതിയിലും വരാത്ത നമ്പേഴ്സ് ഉണ്ടാവില്ലേ? ടെർമിനേറ്റും ചെയ്യുന്നില്ല, റിപ്പീറ്റും ചെയ്യാത്തത്. ആ നമ്പേഴ്സിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ഇറാഷണൽ നമ്പേഴ്സ്. Irrational numbers, decimals which go on forever, never ending and never forming a repeating numbers or sequence of numbers after the decimal point, which continue infinitely. Such numbers are known as irrational numbers. അതായത് നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് നോൺ റെക്കറിങ്. ടെർമിനേറ്റും ചെയ്യത്തില്ല, റിപ്പീറ്റ് ചെയ്യത്തുമില്ല. സച്ച് നമ്പേഴ്സ് ആർ നോൺ ആസ് ഇറാഷണൽ നമ്പേഴ്സ്. വേറെ രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ഇറാഷണൽ നമ്പേഴ്സ്, എ നമ്പർ വിച്ച് കനോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ ദ ഫോം p/q. pq ബിലോങ്സ് ടു സെറ്റ് q നോട്ട് ഈക്വൽ ടു 0. അതായത് p/q ഫോമിൽ എഴുതാൻ പറ്റാത്ത നമ്പേഴ്സ് ആണ് ഇറാഷണൽ നമ്പേഴ്സ്.
P/Q ഫോമിൽ എഴുതാൻ പറ്റുന്നത് റാഷണൽ നമ്പേഴ്സ്, P/Q ഫോമിൽ എഴുതാൻ പറ്റാത്തത് ഇറാഷണൽ നമ്പേഴ്സ്. ഇതുപോലെയും ഡിഫൈൻ ചെയ്യാം. ദ നമ്പർ വിച്ച് ആർ നോട്ട് റാഷണൽ നമ്പർ ആർ കോൾഡ് ഇറാഷണൽ നമ്പർ. റാഷണൽ നമ്പർ അല്ലാത്തതെല്ലാം ഇറാഷണൽ നമ്പർ ആണ്. ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കണേ, റാഷണൽ നമ്പറും ഇറാഷണൽ നമ്പറും വേറെ വേറെ രണ്ട് സെറ്റാണ്. അവ തമ്മിൽ കോമൺ ആയിട്ട് എലമെന്റ്സ് ഒന്നും ഉണ്ടാവില്ല. ഒരു നമ്പർ റാഷണൽ നമ്പർ ആയാൽ അതൊരിക്കലും ഇറാഷണൽ നമ്പർ ആവത്തില്ല. ഒരു നമ്പർ ഇറാഷണൽ നമ്പർ ആണെങ്കിൽ അതൊരിക്കലും റാഷണൽ നമ്പർ ആവത്തില്ല. ഇറാഷണൽ നമ്പറിന് എക്സാമ്പിൾ പറഞ്ഞു നോക്കട്ടെ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എക്സാമ്പിൾസ് ആർ √2, √3, √5 എക്സെട്ര. എന്തുകൊണ്ടാണ് √4 എഴുതാത്തത്? √4 = 2. 2 is 2/1. It is a rational number. Okay, √4 is not irrational. So irrational numbers are √2, √3, √5, √6, √7, √8. പെർഫെക്റ്റ് സ്ക്വയർ അകത്ത് വന്നു കഴിഞ്ഞാൽ നോട്ട് ഇറാഷണൽ. ഓക്കെ, അത് റാഷണൽ ആയിട്ട് മാറും. സോ ദീസ് ആർ ഇറാഷണൽ നമ്പേഴ്സ്. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു നമ്പർ ഉണ്ടല്ലേ, ഏതാത്? പൈ. പൈ = 3.142857 എക്സെട്ര. ചിലപ്പോൾ നമ്മൾ കാൽക്കുലേഷനിൽ പൈ = 3.14 എടുക്കും. അത് അതിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. പൈ ഇസ് നോട്ട് ഈക്വൽ ടു 3.14. പൈ = 3.14 ആയി കഴിഞ്ഞാൽ അതെന്തായി? റാഷണൽ നമ്പറായി, ടെർമിനേറ്റിംഗ് നമ്പർ അല്ലേ. ഇതുപോലെ എലമെന്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് പോകും, ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യുന്നില്ല, റിപ്പീറ്റ് ചെയ്യുന്നുമില്ല. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. പൈ ഇസ് ഇറാഷണൽ നമ്പർ. അടുത്തൊരു എക്സാമ്പിൾ നോക്കി. 0.213157 കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്യുന്നുമില്ല. നോൺ റെക്കറിംഗ് ആൻഡ് നോൺ ടെർമിനേറ്റിംഗ്. സച്ച് നമ്പേഴ്സ് ആർ ഇറാഷണൽ നമ്പേഴ്സ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽ നമ്പർ ആർ. ഓക്കെ, ഡിനോട്ടഡ് ബൈ ആർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണേ. നമ്മളിപ്പോൾ പഠിച്ച എല്ലാ നമ്പേഴ്സും ഇതിൻ്റെ അകത്ത് വരും. ഓക്കെ, നിങ്ങൾ ഇതുവരെ പഠിച്ച 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ച എല്ലാ നമ്പേഴ്സും വരുന്നത് ഈ സെറ്റിൻ്റെ അകത്താണ്. ഇൻക്ലൂഡ്സ് ബോത്ത് റാഷണൽ ആൻഡ് ഇറാഷണൽ നമ്പേഴ്സ്. റിയൽ നമ്പർ സെറ്റ് ഇസ് ദ യൂണിയൻ ഓഫ് ബോത്ത് റാഷണൽ ആൻഡ് ഇറാഷണൽ നമ്പേഴ്സ്. എല്ലാ റാഷണൽ നമ്പേഴ്സും എല്ലാ ഇറാഷണൽ നമ്പേഴ്സും ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഏതാ? റിയൽ നമ്പർ സെറ്റാണ്. ഓക്കെ, ഇതുപോലെയാണ് നമ്മുടെ റിയൽ നമ്പർ സെറ്റ് വരുന്നത്. റിയൽ നമ്പർ സെറ്റിൻ്റെ അകത്ത് നാച്ചുറൽ നമ്പർ ഉണ്ടാകും, ഹോൾ നമ്പേഴ്സ് ഉണ്ടാവും, ഇൻറ്റീജേഴ്സ് ഉണ്ടാകും, റാഷണൽ നമ്പേഴ്സ് ഉണ്ടാകും. പിന്നെ എന്തും കൂടിയുണ്ട്? ഇറാഷണൽ നമ്പേഴ്സും കൂടിയുണ്ട്. അതായത് നമുക്ക് ഇതുപോലെ പറയാം, റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സും ഇത് രണ്ടും ചേർന്നതാണ് റിയൽ നമ്പേഴ്സ് സെറ്റ്. ഓക്കെ, റിയൽ നമ്പർ = യൂണിയൻ ഓഫ് റാഷണൽ നമ്പേഴ്സ് ആൻഡ് ഇറാഷണൽ നമ്പേഴ്സ്. അപ്പോൾ ഈ ഫിഗറൊക്കെ നന്നായിട്ട് വരച്ച് വെക്കണം, നന്നായിട്ട് പഠിച്ചു വെക്കണം. ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊക്കെ നന്നായിട്ട് നോട്ട്ബുക്കിൽ എഴുതിയിട്ട് നന്നായിട്ട് പഠിച്ചിട്ട് വേണം അടുത്ത വീഡിയോ കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, താങ്ക് യു.